പാലക്കാട് പടിഞ്ഞാറങ്ങാടിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നതായി പരാതി. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് റോഡിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. റോഡിൽ നിന്നും കൃത്യമായ അകലം പോലും പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നത്. പ്രദേശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആവശ്യമാണെങ്കിലും അശാസ്ത്രീയ നിർമ്മാണം നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് റോഡിൽ അശാസ്ത്രീയമായിട്ടുള്ളൊരു ബസ് വെയിറ്റിംഗ് ഷെഡിൻ്റെ ഒരു നിർമ്മാണം ഇവിടെ ജനങ്ങൾക്ക് മൊത്തം പ്രതിഷേധം അറിയിച്ചിട്ടുള്ള സംഗതിയാണ്. ഇവിടെ ഇന്നലെ ആണത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ റോഡിൻ്റെ കൃത്യമായ അകലം പോലും പാലിക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. പൊതുമരാമത്ത് റോഡ് കുത്തിപ്പൊളിച്ച് താബൂക്ക് കൊണ്ട് അടിത്തറ നിർമ്മിച്ചതോടെ വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നതെന്നും ഇതോടെ കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കേണ്ട ഗതികേടാണെന്നും ഇവർ പറയുന്നു. ഈ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം വളരെയധികം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡോക്ടർ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് രോഗികളുമായി പോകുന്ന കാര്യത്തിലും വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കിലോട്ട് നിർമ്മാണം നടത്തി യാതൊരു തടസ്സവും പൊതുജനങ്ങൾക്ക് ഇല്ലാത്ത രൂപത്തിൽ ആക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിയും MLA-യുമായ MP രാജേഷിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിൽ 6ഓളം കേന്ദ്രങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. അതേസമയം പടിഞ്ഞാറങ്ങാടിയിലെ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് അപാകതകളുണ്ടെങ്കിൽ അടിയന്തരമായി പരിശോധിക്കുമെന്നും മേൽ നടപടികൾ സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.